ഇന്ന് ജനുവരി 19 ഞായറാഴ്ച. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ ദൈവവേദനെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വരികയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഉണർന്ന് ഈ സമയത്ത് തന്നെ പ്രാർത്ഥന നേരത്തെ കൂടാൻ ഒക്കുന്നത് വലിയ അനുഗ്രഹമാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടങ്ങാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധ്യസ്ഥ നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ ആവശ്യം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹ പ്രാർത്ഥന. ഇന്ന് ഞായറാഴ്ചയാണ്. സാധാരണ ഞായറാഴ്ച ഒരു 10,000 പേര് കുറവാണ് കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. രാവിലെ പള്ളിയിൽ പോകുന്നതുകൊണ്ടറിയാം. പക്ഷെ നിങ്ങൾ ഇത് കേട്ടിട്ട് പോകണം, അല്ലെ പള്ളിയിൽ നിന്ന് വന്ന ശേഷം ഈ ശുശ്രൂഷ പങ്കെടുക്കണം. കാരണം ഇതൊരു ഫ്ലോയിൽ അങ്ങനെ പോവുകയല്ലേ. നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല പാഠങ്ങൾ ദൈവം നമ്മളെ പഠിപ്പിക്കുകയല്ലേ. അപ്പോൾ അത് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടാനുള്ളത് കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് കളയാതിരിക്കാൻ പ്രത്യേകം നോക്കണം. പിന്നെ ഒത്തിരി പേരത് സ്റ്റാറ്റസ് ഇടുന്നുണ്ട്, ഒത്തിരി പേര് ഷെയർ ചെയ്യുന്നുണ്ട്. അതെല്ലാവർക്കും ഞാൻ നന്ദി പറയണം. നിങ്ങൾ ചെയ്യാനുള്ള ജോലി അത് ചെയ്ത് തുറന്നുകൊണ്ടിരിക്കട്ടെ. ആരും പറഞ്ഞില്ലെങ്കിലും കണ്ടില്ലെങ്കിലും കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞതിൽ സന്തോഷം തോന്നിക്കൊണ്ട് വേണം സുവിശേഷ വേല ചെയ്യാൻ. കൃപാസനവും അച്ഛനും ഒക്കെ ഇവിടം വരെ എത്തിയത് സുവിശേഷ വേല ചെയ്താണ്, അല്ലാതെ ഏതെങ്കിലും ധ്യാനകേന്ദ്രത്തിൽ പോയി ധ്യാനിച്ചത് കൊണ്ടല്ല. സുവിശേഷ വേല ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവിനോട് മനസ്സിൽ തോന്നിച്ചു. എൻ്റെ ഉടുപ്പ് വരെ ഞാൻ ചേഞ്ച് ചെയ്ത് കളഞ്ഞാണ്. അച്ഛനായി കഴിഞ്ഞ് 1 കൊല്ലത്തിനുള്ളിൽ, അത് 87 ചേഞ്ച് ചെയ്താൽ എത്ര വർഷമായി, നിങ്ങൾ പലരും ജനിച്ച് കാണത്തില്ലെന്ന്. അപ്പോൾ അതിൻ്റെ വിഷയം എന്ന് പറയണത്, ദൈവം തോന്നിച്ചാൽ അത് നമ്മൾ അതിൻ്റെ വഴികളിൽ അങ്ങോട്ട് പോകാൻ തുടങ്ങിയാൽ പിന്നെ ദൈവം നമ്മളങ്ങോട്ട് ഏറ്റെടുക്കും. അപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ
കൃപാസനത്തിൻ്റെ ശുശ്രൂഷകരെല്ലാം ഇതുപോലെ ദൈവം ഏറ്റെടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ മക്കളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവ്, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം. ഈ പ്രാർത്ഥന ആശ്രയിച്ച് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട് കർത്താവെ. ഈ പ്രാർത്ഥനയെ കേട്ടിട്ട് പ്രത്യാശയോടെ ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് സൗഖ്യപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് ഒരു ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ പ്രാർത്ഥന കേട്ടിട്ട് ദൈവത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൊതിയോടെ കാത്തിരിക്കുന്നവരുണ്ട്. അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ദൈവ പൈതലെ നീ ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ വഴിയാത്ര നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ ദേവാലയത്തിൽ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിൻ്റെ പ്രാർത്ഥനയിൽ നീ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകട്ടെ. നീ കടന്നു പോകുന്ന വഴികളിലും നീ തിരിച്ചു വരുന്ന വഴികളിലും നിൻ്റെ കർത്താവ് നിനക്ക് മികസ്തംഭമായി രാത്രി തീത്തൂണായി നിൻ്റെ ഇരുട്ടുകളിൽ പ്രകാശമായി കർത്താവ് തിളങ്ങി നിൽക്കട്ടെ. കർത്താവേ, ഉന്നതനായ ദൈവമേ, അങ്ങയുടെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മക്കൾ അങ്ങ് തൃക്കൺമാർക്കെന്ന് ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവർക്ക് ദൈവസ്നേഹത്താൽ നിറക്കണമേ. അവിടെ ഹൃദയങ്ങളും വാടിപ്പോയതിനെ തളർപ്പിക്കുകയും അതുപോലെ തന്നെ ആറിപ്പോയതിനെ ചൂടാക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ മക്കളിലേക്ക് ആവശ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു. പല കാര്യങ്ങൾ ചിലപ്പോൾ റിസൾട്ട് ലഭിച്ചപ്പോൾ തോറ്റുപോയവരുണ്ടാകും. അതേസമയം തന്നെ ചില സമയത്ത് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ അതിൻ്റെ പേര് മനസ്സിടിഞ്ഞിട്ട് കട്ടിലിൽ നിന്ന് എഴുന്നേക്കാത്തവരുണ്ടാകാം. ഇങ്ങനെ ഓരോരോ തളർവാദം പിടിപെട്ട എല്ലാ മനുഷ്യരും, കർത്താവെ, നീ 38 വർഷമായിട്ട് തളർവാദം പിടിപെട്ട മകൻ്റെ അടുത്തേക്ക് വരുമ്പോൾ നീ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന്. കർത്താവെ, ആഗ്രഹം പോലും നഷ്ടപ്പെട്ട് കർത്താവെ തളർച്ചയുടെയും തകർച്ചയുടെയും വക്കിൽ കർത്താവെ ഇഴഞ്ഞു പോകുന്ന മനുഷ്യരുണ്ട്. അവർ നീ ഉണർത്തണമേ, ഈ പ്രഭാതത്തിൽ ഉണർത്തണമേ. അമ്മേ, പരിശുദ്ധമേ, കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആ തളർന്നുപോയ മക്കള്, തളർച്ച ബാധിച്ച മക്കള് എല്ലാവരുടെയും മേലെ കർത്താവിൻ്റെ പ്രകാശം ഉദിക്കട്ടെ. കർത്താവിൻ്റെ ചൂട് കർത്താവ് അണയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മനസ്സ്, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ വഴിമുട്ടിയ അവസ്ഥകൾ ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ചിലപ്പോൾ ആക്ഷേപം അനുഭവിച്ചുകൊണ്ട് അമളി പറ്റിയതുകൊണ്ട് മറ്റവരുടെ മുമ്പിൽ തല ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ തലകൊമ്പിട്ട് ഒട്ടപ്പക്ഷിയെ പോലെ നടക്കുന്ന ഒരു അവസ്ഥയുടെ അങ്ങനെ ഏതെങ്കിലും കാരണവശാൽ ആക്ഷേപങ്ങൾ അകപ്പെട്ടുകൊണ്ട് മനസ്സിടിഞ്ഞവരാണ് നീയെങ്കിൽ നിന്നിൽ ദൈവപൈതലെ ഇപ്പോൾ നിൻ്റെ ദൈവം പ്രകാശിക്കുന്നു. നിന്നിൽ കർത്താവ് നീ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കവളും നീ യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുത്തവനുമാണെങ്കിൽ നിന്നെ ആരും തളർത്താനോ ഒരു കാര്യവും നിന്നെ തളർത്താനോ തകർക്കാനോ പറ്റത്തില്ല. കാര്യം നിന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ വചനമാണത്. ലുക്കായുടെ ഐസയായിൻ്റെ 41:10 വചനമാണ്. ഞാൻ എൻ്റെ പിച്ചക്കാരുമായ വലത്ത് കരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തുമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം തോൽക്കാത്ത നീ തോറ്റവനെ പോലെ തോന്നിട്ടുണ്ടെങ്കിൽ നിന്നെ കർത്താവ് വിജയിച്ച കർത്താവ്, മരണത്തിനെ പോലും വിജയിച്ച കർത്താവ്, അവന് അണിപ്രതാർന്ന അജയ്യമായ കരങ്ങളാൽ നിന്നെ താങ്ങിയെടുക്കുന്ന പ്രഭാതത്തിൽ നീ ഉണർന്നു വരികയാണ്. നീ ഈ നിമിഷം അതിന് പങ്കെടുക്കുകയാണ്. കർത്താവ് നിന്നെ സഹായിക്കട്ടെ. കർത്താവിനെ താങ്ങി നിർത്തട്ടെ. ഇന്ന് എവിടെയെല്ലാം നിനക്ക് തകർച്ച വന്നിട്ടുണ്ടോ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയെല്ലാം നീ തളർച്ച വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം നീ മുറിഞ്ഞോ, എവിടെയെല്ലാം നിനക്ക് ചതവ് സംഭവിച്ചോ, എവിടെയെല്ലാം നീ മനസ്സ് ഇടിഞ്ഞു പോയോ, അവിടെയെല്ലാം പരിശുദ്ധാത്മ നിറയട്ടെ. അവിടെയെല്ലാം യേശുവിൻ്റെ നിശ്വാസത്താൽ ഊതിക്കൊണ്ട് ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മ നൽകി അതേ കർത്താവ് ഈ പ്രഭാതത്തിൽ നിന്റെ മേൽ ഊതട്ടെ. അവിടുത്തെ ആത്മാവിൽ നീ അഭിഷേകം പ്രാപിക്കട്ടെ. എൻ്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവശക്തിയ ദൈവവേദനെ നീ അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അനുഗ്രഹമായി മാറട്ടെ. താങ്ക് യു. എൻ്റെ മക്കളെ, നമ്മൾ ഇന്ന് കർത്താവ് നമ്മളിൽ വളരാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ സൂചന ഉണ്ട്. എന്തെങ്കിലും വരുന്നല്ല, നമ്മുടെ കർത്താവ് വളരാൻ ആഗ്രഹിക്കുന്നു. നമ്മളും യോഹന്നാനെ പോലെ അത് ആഗ്രഹിക്കണം. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷമാണ് വായിക്കുന്നത് 3:29-30. അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇത്രയുള്ള സംഭവം. ഇത് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞതാണ്. അവൻ വളരുകയും, യേശു വളരുകയും, നമ്മൾ വളരുകയും,
അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ കുറയുകയും ചെയ്യണം. ഇപ്പം ഞാനില്ലേ, ഈ ഞാനാണ് മുഴുവനും പ്രശ്നം. പക്ഷേ പണ്ടേ ഒരു യോഗിയോട് ഒരുത്തൻ ചോദിച്ചേ, പ്രഭു സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പം യോഗി പറഞ്ഞേ, ആ ഞാൻ എന്നുള്ളത് ആ വാക്ക് മാറ്റിയാൽ ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് പ്രവേശിച്ചോളൂ എന്ന് പറഞ്ഞേ. അതാണ് അതുപോലെയുള്ള സംഭവം ഞാനെന്ന് പറഞ്ഞത്. ഇപ്പം ഞാനൊരു മരിപ്പിൽ പോയേ, ഭയങ്കര ഫോട്ടോ എടുപ്പാണ്. അടക്കാൻ നേരത്ത് ഫോട്ടോ എടുക്കുമല്ല, ചില വീഡിയോകളൊക്കെ എടുക്കും. ചിലടത്ത് അങ്ങനെ വീഡിയോ ഇങ്ങനെ ഓൺ ചെയ്ത് വെച്ചിട്ട് അവരിങ്ങനെ ഓട്ടോമാറ്റിക് എടുത്തുകൊണ്ടിരിക്കും. ചില വിളിച്ചില്ലേ, കല്യാണത്തിനൊക്കെ വിളിക്കത്തില്ല ചില ആൾക്കാർ. കെട്ട് കഴിയുമ്പോൾ നാട്ടുകാരെയൊക്കെ ബന്ധുക്കളെയൊക്കെ അടുത്ത് വിളിക്കും. ചിലർ വിളിക്കും, ചിലർ വിളിക്കത്തില്ല. ചിലർ വരും, ചിലർ ആ സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ വിളിച്ചില്ലല്ലോ എന്നുള്ള ആ ഷെയിം വേണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് അവരവിടെ നിന്ന് സ്കൂട്ടാവുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ ഈ ഞാൻ എന്നുള്ളൊരു സാധനം എല്ലായിടത്തും ഉണ്ട്. എൻ്റെ പേര് ചൊല്ലി വിളിച്ചില്ലല്ലോ, ഞാൻ അവൻ്റെ അമ്മയുടെ അനിയത്തിയല്ലേ, എന്നെ വിളിച്ചില്ലല്ലോ, ഇപ്പോൾ അവന് ഇപ്പോൾ ആൾക്കാരെ കണ്ട് കൂട്ടുകാരെ കണ്ടപ്പോൾ പിന്നെ അവനെന്നെ മറന്നില്ലേ, അവന് നമ്മൾ മോന്തെങ്കിലും നടക്കും. ചില ആൾക്കാർക്ക് അങ്ങനെ വിഷയമുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ട്. അപ്പം ഞാൻ എന്നുള്ള സംഭവം മുറിഞ്ഞു പോയാൽ ഉടനെ മോന്ത കയറ്റും ആൾക്കാർ. അപ്പോൾ ഇങ്ങനെ ഇതിനേക്ക് അതിജീവിക്കണം. നമ്മുടെ ആധ്യാത്മികത ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകരുത്. ചില ആൾക്കാർ ഓർത്തിരിക്കും, മരണം വരെ ഓർത്തിരുമ്പോൾ, അതായത് ഞാൻ ഇങ്ങനെ പുറ്റുപോലെ പിടിച്ചിരുന്നത് കൊണ്ടാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ബാക്കിയുള്ള സ്ഥലത്ത് പ്രവേശിക്കത്തുള്ളൂ. അപ്പം അതിപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് യോഹന്നാൻ മാതാവിനെ പറയണത്, അവൻ വളരണം. അവൻ വളരാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പും നമ്മൾ ആരോടും ചെയ്യത്തില്ല, നമ്മോട് പോലും ഒത്തുതീർക്കത്തില്ല. അവൻ വളരാൻ വേണ്ടി നിഷ്പക്ഷമായിട്ടും നിർലോഭമായിട്ടും ക്രിസ്തുവിനെ നമ്മൾ വളർത്താൻ വേണ്ടി ചിലപ്പോൾ സഹിക്കേണ്ടി വരും, ചിലപ്പോൾ കള പോട്ടെ എന്ന് വിചാരിക്കേണ്ടി വരും. എല്ലാം കർത്താവിന് വേണ്ടി ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറയുകയും നമ്മളിതിനെല്ലാം ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. അതാണ് പ്രശ്നം. ഭാവമാണല്ലേ ഇത്, ഞാനെന്താ ഭാവമില്ലേ? നമ്മളിതിനെ ജയിച്ചില്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അത് നമ്മളെ തോൽപ്പിക്കും. കർത്താവ് എല്ലാ നിമിഷങ്ങളും അവസാനം ഞാൻ ചില സമയത്തൊക്കെ ധ്യാനിക്കുമ്പോഴേ, ഒറ്റയ്ക്ക് ഇരുന്ന് ധ്യാനിക്കുമ്പോൾ ഞാൻ ചിരിക്കും. ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം സന്ധ്യയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് അപ്പായോട് സംസാരിക്കണത് ഞാൻ കേട്ട്. എങ്ങനെ? എൻ്റെ മനസ്സുകൊണ്ട് അങ്ങനെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് ചില ദൈവിക ആത്മീയ സങ്കല്പങ്ങളൊക്കെ വരത്തില്ലേ? അപ്പോൾ അത് ചിലത് സങ്കല്പമാകും, ചിലത് സത്യമുള്ള കാര്യമാകാം. പക്ഷെ ചില സങ്കല്പങ്ങൾക്കും സത്യത്തിൽ അടിസ്ഥാനം ഉണ്ടാകും. അപ്പോൾ ഈശോ ചോരപ്പ സമയത്ത് ഈ തുണി ഉരിഞ്ഞ് കളഞ്ഞായിരുന്നല്ല ഈശോയുടെ കുരിശിൽ വെച്ച്, കുരിശിന് മുമ്പ് തുണി ഉരിഞ്ഞാൽ. അപ്പോൾ അത് ഈശോ ഭയങ്കര വിഷമിച്ചൊരു കാര്യമാണ്. അതായത് ലേഡീസൊക്കെ താഴെ നിൽക്കുമ്പോഴേ, മേരിമേട്ടനൊക്കെ നിൽക്കുമ്പോഴേ അപമാനിക്കാവുന്നൊരു മാക്സിമം അപമാനിച്ച്. അപ്പോൾ ഈശോ ചെറുതാകും. ഈശോ ദൈവപിതാവ് അവനിൽ വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അതാണ് ദൈവപിതാവ് അവന് വലുതാകാൻ വേണ്ടി ഈശോ ചെറുതായി. അപ്പോൾ ക്രിസ്തു നമ്മൾ വലുതാകാൻ വേണ്ടി നമ്മൾ ചെറുതാകും. ചില സമയത്ത് നമ്മൾ ചെറുതാക്കും, ദൈവം തന്നെ ആക്കും. അപ്പോൾ ചെറുതാക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ അടിച്ചതിനൊക്കെ ഏറ്റത്തില്ല, എന്നെ പരസ്യമായിട്ട് അപമാനിച്ചതാണ്. ലോകത്തുള്ള മനുഷ്യർക്ക് എന്ത് വേണമെങ്കിലും പറയാം, ക്രിസ്തുവിനെ അറിയാത്തവർ അങ്ങനെ പറഞ്ഞോട്ടെ. പക്ഷെ ക്രിസ്തുവിനെ അറിഞ്ഞ നമ്മളെ ക്രിസ്തു ആകാൻ നമ്മൾ വളരേണ്ടത്. കർത്താവേ, ഞാൻ വളർന്നില്ലെങ്കിലും നീ എന്നിൽ വളരെ എന്നെ ഉപകരണമാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഈ ആധ്യാത്മികത ഉണ്ടല്ലോ, എന്ത് രസമാണെന്ന് അറിയാമോ? കാര്യം എല്ലാത്തിനെയും അതിജീവിക്കാൻ പറ്റും. എല്ലാം നമുക്ക് അധീനമാകുന്നൊരു, അതായത് ഒന്നും നമ്മൾ ഉദ്ധരിക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞത്. ലൂക്കാ 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കത്തില്ല. എന്താ കാര്യം? പാമ്പിൻ്റെയും തേളിൻ്റെയും കടലിൻ്റെയും മേൽ ചവിട്ടി നടന്ന ആരാണ്? ക്രിസ്തു അല്ലേ? ആ ക്രിസ്തു നമ്മളിൽ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ ഇതിനെല്ലാം അതിജീവിക്കാനുള്ള കഴിവ് നൽകും. അതുകൊണ്ടാണ് ഇപ്പോൾ യോഹന്നാൻ പറയണത്, അവൻ വലുതാകണം.